എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ പൈററ്റ് വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കഴുത്തിലെല്ലാം തന്നെ ആ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ടോപ്പർ ആണെങ്കിൽ അവന്റെ ജൈന്റ് സൈസിലേക്ക് മാറി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ പൈററ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ കൈ നീട്ടി ഒരു വാക്ക് പറയുമ്പോഴേക്കും ചോപ്പർ അവിടെ ഫ്രീസ് ആയി പോവും. അതുകൊണ്ട് ലൂഫി ആണെങ്കിൽ വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, അവനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ ലൂഫി പൈററ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വരും. അവന്റെ നേർക്കും ആ പൈററ്റ് കൈ നീട്ടും. ലൂഫിയുടെ കഴുത്തിലുള്ള ബെൽറ്റ് അത് ബ്ലിങ്ക് ചെയ്ത് അവന്റെ കണ്ണ് റെഡായി അവനും അവിടെ ഫ്രീസ് ആവുകയാണ്. അതിനുശേഷം ട്രഫാർഗറിലോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അദ്ദേഹത്തെയും ഇപ്പൊ അവൻ ഒറ്റ വിരലില് കൺട്രോൾ ചെയ്ത് ഇരുത്തുകയാണ്. ടർട്ടിലിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ കണ്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ആ ടർട്ടിലിനെയും ബാക്കിയുള്ള ടീമുകളെ എല്ലാം തന്നെ അവൻ അവന്റെ ചാട്ട കാണിച്ച് ഭീഷണിപ്പെടുത്തും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ കൊണ്ട് നായെ പോലെ കുരപ്പിക്കും. അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് കളിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കോൺഷ്യസ് ഉണ്ട്, പക്ഷെ അവരുടെ ബോഡി അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ മൊത്തം കൺട്രോളും ആ വില്ലൻ പൈററ്റിന്റെ കയ്യിലാണ്. ഇവിടെ ചോപ്പറിനാണെങ്കിൽ അവന്റെ കൺട്രോളൊക്കെ പോയി അവൻ അവന്റെ കുഞ്ഞൻ രൂപത്തിലേക്ക് ആവുകയാണ്. വില്ലനാണെങ്കിൽ ചോപ്പറിനെ കണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. വാവ്, നിന്നെ കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, നിനക്ക് ഞാൻ ഫുഡ് തരും, കുട്ടി ഉടുപ്പൊക്കെ നിനക്ക് തയ്പ്പിച്ചു തരും, നീ ഇന്നു മുതൽ എന്റെ പെറ്റാണെന്ന് പറഞ്ഞ് അവൻ അറഞ്ചം പുറഞ്ച ഉമ്മ കൊടുക്കുകയാണ്. ലൂഫിയും ട്രഫാർഗർലോയും അത് കണ്ട് പല്ല് കടിക്കും. അതിനാ വില്ലനാണെങ്കിൽ ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിനോട് പറയും ഇവരുടെ രണ്ടുപേരുടെ കയ്യില് ആ സീപ്രസൻ ഹാൻഡ് കഫ് അതിട്. അതിനുശേഷം ആ സെല്ലില് ഇവർ ലോക്ക് ചെയ്യാനായിട്ട് പറയും. അവർക്ക് വേറെ വഴിയില്ലാതെ ഇപ്പൊ ഹാൻഡ് കഫ് ഒക്കെ ഇട്ട് നമ്മുടെ ആൾക്കാരെ സെല്ലിൽ ലോക്ക് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പിൽ നിലവിളിക്കും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചോപ്പറിനെ ഇവിടുന്ന് കൊണ്ടുപോകും, അവനെ മര്യാദയ്ക്ക് തിരികെത്താ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കാനൊക്കെ പറഞ്ഞ് അവനിപ്പോ ആ സെല്ലിൽ തൊടുകയാണ്. പ്രസന്റ് സ്റ്റോൺ ഉണ്ടാക്കിയ സെല്ലായതുകൊണ്ട് തന്നെ അതിൽ തൊടേണ്ട താമസം നമ്മുടെ ഹീറോയുടെ പവറൊക്കെ പോയി അവനിപ്പോ അങ്ങനെ ഡൗൺ ആവും. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ മറ്റൊരു സെല്ലില് സീസർ കിടക്കുന്നത് കാണും. സീസർ, ഇതിന്റെ എല്ലാം പിന്നില് നീയാണല്ലേ, മര്യാദയ്ക്ക് അവനോട് ഞങ്ങളെ തുറന്നു വിടാൻ പറ. അതിന് സീസർ, നീ ഇത് കണ്ടില്ലേ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സെല്ലിൽ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ, പോകുന്നവരും വരുന്നവരും ഒക്കെ എന്റെ മെക്കിട്ട് കയറുകയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. ഞാനൊരു വലിയ സയന്റിസ്റ്റ് ആണ്, എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനും ഇപ്പൊ നിങ്ങളെപ്പോലെ തന്നെ ഈ ബെൽറ്റ് ഒക്കെ വീണ് അവന്റെ ഇംഗിതത്തിൽപ്പെട്ട് ഇവിടെ ലോക്കായി കിടക്കുകയാണ്. ആക്ച്വലി അവനൊരു സ്പെഷ്യൽ പവർ ഉണ്ട്. പവർ വെച്ച് അവൻ ആരെ വേണമെങ്കിലും, മനുഷ്യനെയോ മൃഗങ്ങളെയോ അങ്ങനെ എന്തിനു വേണമെങ്കിലും അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ട്രഫാർഗർലോ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വീണ്ടും ഇപ്പൊ സീസറിനോട് ചോദിക്കും, അവൻ ആ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആണോ? അതിന് സീസർ പറയും, ഒരിക്കലുമല്ല, അങ്ങനെയാണെങ്കിൽ അവൻ ഒരിക്കലും എന്നെ ഇവിടെ ലോക്ക് ചെയ്തിടില്ല, അവന് സ്വന്തമായിട്ട് എന്തോ ഒരു കിങ്ഡം ഉണ്ടാക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും അതിനവനെ സഹായിക്കില്ല. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്താൽ ആ വില്ലൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരും സീസറും തമ്മിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടും കണ്ടും ഒക്കെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് സീസറിനെ കൺട്രോൾ ചെയ്ത് നിലത്തിരുത്താണ്. ലൂഫി ആണെങ്കിൽ ചോപ്പറിന് വേണ്ടി മുറവിളി കൂട്ടും. അതിനാ വില്ലനാണെങ്കിൽ ചിരിച്ച് ഇപ്പൊ നമ്മുടെ ചോപ്പറിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ലേഡി ഗെറ്റപ്പില് ചോപ്പറിനെ അവനൊരു ചുന്ദരി കുട്ടി ആക്കിയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവൻ പൊട്ടിച്ചിരിക്കും. ചോപ്പറിനാണെങ്കിൽ കലി കേറി വരും. വില്ലൻ ഒരുപാട് സ്നേഹത്തില് ഇപ്പൊ ചോപ്പറിനെ കെട്ടിപ്പിടിച്ച് ഇവൻ ഇന്നു മുതൽ എന്റെ പെറ്റാണ്, ചപ്പി എന്നാണ് ഇവന്റെ പേരെന്ന് പറഞ്ഞ് അച്ചറും പൊച്ചറും ചോപ്പറിന് ഉമ്മ കൊടുക്കും. ചോപ്പറിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ അവന്റെ മുഖത്തൊരു സ്ക്രാച്ച് വെച്ച് കൊടുക്കുകയാണ്. അതിൽ കലി ഇളകിയ വില്ലൻ ഇപ്പൊ ചോപ്പറിനെ താഴെയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചാട്ട അത് വെച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാം, എന്റെ പെറ്റായിട്ട് നിന്നെ സെലക്ട് ചെയ്തതിൽ ആദ്യം നീ സന്തോഷിക്കണം, ഈ കുറച്ച് ഡിസിപ്ലിൻ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചോപ്പറിനെ തല്ലും. ലൂഫി ആണെങ്കിൽ നിലവിളിക്കും, പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ നിർത്താതെ ചോപ്പറിനെ തല്ലുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും, എന്റെ കൂടെ എന്റെ സ്ലേവ്സ് ആയി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു സ്മൈൽ ഡെവിൾ ഫ്രൂട്ട് ആ സീസറിന് കാണിച്ചു കൊടുക്കും. സീസർ ആണെങ്കിൽ ഷോക്കാവും, ഇതെങ്ങനെ നിനക്ക് കിട്ടി? അതിനവൻ ചിരിക്കും, എനിക്കും ആ അണ്ടർ വേൾഡുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഈ ഡെവിൾ ഫ്രൂട്ട് ഇതുപയോഗിച്ച് മനുഷ്യരെ എല്ലാവരെയും എനിക്ക് മൃഗങ്ങളാക്കി മാറ്റണം, അവറ്റകൾ ഉപയോഗിച്ച് വലിയൊരു സോൾജിയർ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. സോ ഇതുപോലുള്ള ഒരുപാട് സ്മൈലി ഡെവിൾ ഫ്രൂട്ടുകൾ നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയും. ലൂഫി ആണെങ്കിൽ ഇവിടെ നിർത്താതെ ആ വില്ലനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ വില്ലൻ ഞൊട്ടിയിടയിൽ മറ്റൊരു കൂട് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്.
അവിടെയാണെങ്കിൽ ലൈറ്റ് റൈസപ്പ് ആവും ആ വില്ലൻ. അവനിപ്പോ ലൂഫിയെയും ട്രഫാൽഗർ ലോയെയും ആ കൂടിന് പുറത്തേക്ക് കൊണ്ടുവരാണ്. അവന്റെ പവർ വെച്ച് ട്രഫാൽഗർ ലോയോട് ലൂഫി അറ്റാക്ക് ചെയ്യാൻ പറയും. ലൂഫിയോട് ട്രഫാൽഗർ ലോയെയും അവർ രണ്ടുപേരും പഞ്ച് ചെയ്ത് പരസ്പരം ഇടിച്ച് മരിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ടോപ്പറിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവനാണെങ്കിൽ പേടിച്ച് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ലൂഫി നിലവിളിച്ചു പറയും, ട്രഫാൽഗർ ലോ എന്റെ കൺട്രോള് അത് മുഴുവനായി പോയി എന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് വീഴാണ് ഒരു പഞ്ച്. അത് ട്രഫാൽഗർ ലോയുടെ നേർക്ക്. രണ്ടുപേരുടെയും കൺട്രോൾ നഷ്ടപ്പെട്ട് അവർ രണ്ടുപേരും ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. സീസറിനാണെങ്കിൽ ആകെ ഷോക്കാവും. കാരണം ലൂഫിയുടെ ടീമിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവന്റെ അവസ്ഥ അതെന്താവെന്ന് ചിന്തിച്ച് അവനങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ലൂഫി ഒരു പഞ്ച് ചെയ്യുമ്പോൾ ട്രഫാൽഗർ ലോ മറ്റൊരു പഞ്ച് തിരിച്ചു ചെയ്യാണ്. പരസ്പര ഇടിയില് ചോര തുളുമ്പി രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന് പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച ഇട്ടിക്കും. പക്ഷെ ആ സമയത്ത് ട്രഫാൽഗർ ലോ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അറ്റാക്കിൽ നിന്ന് ഈസായിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ടീസ് ചെയ്യും. അതിനുശേഷം മുകളിലേക്ക് വന്ന് ആ സ്റ്റേജിന്റെ മുകൾ ഭാഗത്തായിട്ട് നിൽക്കും. അത് കണ്ട ലൂഫി അവൻ ചാടി വന്ന് ആ സ്റ്റേജിന്റെ ഭാഗത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു പ്രദേശം മുഴുവൻ തകർന്ന് എല്ലാവരും ഇപ്പൊ താഴേക്ക് വീഴും. സീസർ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ പതിയെ ആരുടെ കണ്ണിൽ പെടാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലൻ പൈററ്റ് അവൻ കറക്റ്റ് ആയിട്ട് ആ കാര്യം നോട്ടീസ് ചെയ്യും. ഓ, നീ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ, ഓക്കെ, നിനക്ക് പറ്റുന്നത്രയും ദൂരേക്ക് നീ പോ, എന്റെ പവർ എന്താണെന്ന് നിനക്ക് ഞാൻ തെളിയിച്ചു തരാം. അതിനുശേഷം വീണ്ടും അവനാണെങ്കിൽ ലൂഫിയും ട്രഫാൽഗർ ലോയെയും ഫൈറ്റ് ചെയ്യാനായിട്ട് നിർബന്ധം. കമോൺ ഫൈറ്റ് ചെയ്യ്, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും തമ്മിലടിച്ച് ചാവുന്നത് എനിക്ക് കാണണം. ലൂഫിയും ട്രഫാൽഗർ ലോയും നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ഇടിച്ചും ചോര തുളുമ്പി അവർ ഓരോ ഭാഗത്തേക്ക് വീഴും. ടർട്ടിലിനാണെങ്കിൽ ഇത് നോക്കി നിൽക്കാനായിട്ട് ആവില്ല. അവൻ വന്ന് ഇടയിൽ അവരെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ ലൂഫിയും ട്രഫാൽഗർ ലോയും ചേർന്ന് അവനെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. വില്ലനാണെങ്കിൽ ചാട്ട എടുത്ത് ഇപ്പൊ ടർട്ടിലിനെ അടിച്ചു വീഴ്ത്തുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് നീ പ്രവർത്തിക്കും. അതിനവൻ പറയും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ള അത്രയും തല്ലാം, വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ അവരെ രണ്ടുപേരെയും നിങ്ങൾ വെറുതെ വിടണം. അവനാണെങ്കിൽ ഇപ്പൊ വില്ലന്റെ കാല് പിടിച്ച് കെഞ്ചുകയാണ്. പക്ഷെ വില്ലൻ അവൻ ഒരു കരുണയും കാണിക്കാതെ അവനെ ആ ചാട്ട വെച്ച് തല്ലി തല്ലി കൊല്ലും. അവന്റെ ടീംമേറ്റ്സിനാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അവര് കണ്ണുപൊത്തും. ഒരു നിലവിളിച്ചു പറയും, പ്ലീസ് സ്റ്റോപ്പ്, അവൻ അറ്റാക്ക് ചെയ്യരുത്. അടിയുടെ എല്ലാ ഒടുവില് ആ വില്ലൻ പറയും, ഓക്കെ, നിനക്ക് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതല്ല ഇഷ്ടപ്പെടാത്ത, കുഴപ്പമില്ല, അവർ രണ്ടുപേരും ഇനി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഫൈറ്റ് അവൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അതിനുശേഷം ടർട്ടിലിനോട് പറയും, നീ അവരെ രണ്ടുപേരെയും തല്ലിക്കൊല്ലാൻ പോവാണ്. അത് കേട്ട് ടർട്ടിലാണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. ടർട്ടിലാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി പൊട്ടിക്കരയും. അതിന് ലൂഫി പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് നീ പഞ്ച് ചെയ്തോ. അടുത്ത സെക്കൻഡ് ആ ടർട്ടില് ഇപ്പൊ ഹോക്കി പവർ വെച്ച് ലൂഫിയെ അടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം നിർത്താതെ ട്രഫാൽഗർ ലോയെയും ലൂഫിയെയും അടിച്ചു കൊണ്ടേയിരിക്കും. ആ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, അടിച്ചത് മതി, നീ അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ആ കടലിലേക്ക് വലിച്ചെറി. അവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന്. പക്ഷേ ആ വില്ലൻ അവനിപ്പോ ആ ടർട്ടിലിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ അവർ രണ്ടുപേരെയും കടലിലേക്ക് ഇടിച്ച് തെറിപ്പിച്ചിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.